നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്, ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത് വീട്ടിലാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഏത് പള്ളി? മദീന പള്ളി. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ഒരു മതിലിൻ്റെ ദൂരേ ഉള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പോൾ ആ മസ്ജിദുൻ നബവി തൊട്ടടുത്തുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കരിച്ചത് വീട്ടിൽ വെച്ചിട്ടാണ്. ഈ മസ്ജിദുൻ നബവിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഒരാൾ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു. രണ്ടാൾക്ക് ഒരേ കൂലിയാണോ? അല്ല. മസ്ജിദുൻ നബവി നിസ്കരിച്ച ആൾക്ക് എത്ര കൂലി കിട്ടും? ഇവിടെ നിസ്കരിച്ച ആളെക്കാളും 1000 ഇരട്ടി പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹ് ഇല്ലൽ മസ്ജിദൽ ഹറാം. എൻ്റെ ഈ പള്ളിയിൽ വെച്ച് ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അത് മറ്റു പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഏത് പള്ളി ഒഴികെ? ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴികെ. മസ്ജിദുൽ ഹറാം എവിടെയാണ്? മക്കയിലാണ്. മക്കയിലെ പള്ളി. മക്കയിലെ പള്ളിയിൽ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴുള്ള കൂലി എത്രയാണ്? ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 കൂലിയാണ്. ലോകത്തുള്ള ബാക്കിയുള്ള പള്ളികൾ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 ഇരട്ടി പ്രതിഫലമാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ. മസ്ജിദുൽ അക്സയിലാകുമ്പോഴോ? മസ്ജിദുൽ അക്സയിലാകുമ്പോൾ 500, 250 എന്നുള്ള പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഹദീസിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്രക്കും കൂലി കിട്ടുന്ന ഒരു പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത് വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. മദീന പള്ളി തൊട്ടടുത്തുണ്ടായിട്ടും നബീൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ പെരയിലാണ്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയുന്നുണ്ട്, കാന യുസല്ലി ഫീ ബൈതി ഖബ്ല അദ്ദുഹ്രി 4. എൻ്റെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കും. സുമ്മ യഖ്റുജു, എന്നിട്ട് പള്ളിയിലേക്ക് പോകും. ഫയുസല്ലി ബിന്നാസ്, എന്നിട്ട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കും. സുമ്മ യദ്ഖുലു, പിന്നെ വീണ്ടും വീട്ടിലേക്ക് വരും. ഫയുസല്ലി റക്അത്തൈൻ, എന്നിട്ട് ദുഹറിന് ശേഷം എന്ത് ചെയ്യും? 2 റക്അത്ത് നിസ്കരിക്കും. വകാന യുസല്ലി ബിന്നാസി അൽ മഗ്രിബ, പിന്നെ ജനങ്ങൾക്ക് ഇമാം എന്നിട്ട് മഗ്രിബ് നിസ്കരിക്കും. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അത്തൈൻ, പിന്നെ വീട്ടിൽ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. വയുസല്ലി ബിന്നാസി അൽ ഇശാ, പിന്നെ ജനങ്ങൾക്ക് ഇമാം എന്നിട്ട് ഇശാ നിസ്കരിക്കും. വയദ്ഖുലു ബൈതി, പിന്നെ എൻ്റെ വീട്ടിലേക്ക് വരും. ഫയുസല്ലി റക്അത്തൈൻ, എന്നിട്ട് ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് നിർവഹിക്കും. അപ്പോൾ ഇവിടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത്. അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. അതിനർത്ഥം പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കാം, എന്നാൽ ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ്. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മഗ്രിബിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നമ്മൾ വീട്ടിൽ പോയി നിർവഹിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാസ്സിന് ഇരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ചില ആളുകളുടെ വീട് കുറച്ച് ദൂരമായിരിക്കും. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടാണ് റവാത്തിബ് നിസ്കരിക്കേണ്ടത്. റവാത്തിബിൻ്റെ സമയം അതാണല്ലോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് ഒരാൾ റവാത്തിബ് നിസ്കരിച്ചിട്ട് പെരേന്ന് പുറപ്പെടാന്നാൽ ചിലപ്പോൾ ഇവിടെ ജമാഅത്ത് തുടങ്ങും, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം തുടങ്ങും. ചിലപ്പോൾ ദൂരമായിരിക്കും പള്ളി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക? പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ പള്ളിയിൽ വെച്ച് നിർവഹിക്കാതെ വീട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ ശ്രദ്ധ തെറ്റും, അവിടെ വേറെ തിരക്കുകൾ ഉണ്ടാകും, പിന്നെ നിസ്കാരം തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നിസ്കാരം തന്നെ ഇല്ലാത്തതിനേക്കാളും നല്ലത് എന്താണ്? പള്ളിയിൽ വെച്ചിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ പറ്റൂല എന്നൊന്നുമല്ല, എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്.